അതൊക്കെ ചെടികളാ. മണിത്തക്കാളി. ഇവിടെ ഉള്ളത് മുഴുവൻ മരുന്നുകളാ. മണിത്തക്കാളിയാ. മഞ്ചാടി ഉണ്ട്, വലിയ മഞ്ചാടി ഒടിഞ്ഞു വീണിട്ടാ പെര പോലെ. വലിയ മരമായിട്ട് ഒടിഞ്ഞു പോയിട്ട് എൻ്റെ പെര മുഴുവൻ പോയി. അതൊന്നും നന്നാക്കുകയല്ല. എന്നാ വെച്ചാൽ ഈ മരമൊക്കെ മുറിച്ച് കളയാൻ നിർത്തുന്ന ഞാൻ. ഇതിൻ്റെ തൊലി ഉണങ്ങി പൊടിച്ച് വെച്ചാലേ മുഞ്ഞയുടെ നീര് ചേർത്ത് കലക്കി കുടിച്ചാൽ ആമാശയ ക്യാൻസറിന് നല്ലതാണ്. ചുമന്ന ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ആദ്യം ഇത് മൂടാടി ശങ്കരൻ വൈദ്യൻ്റെ വീട്ടിലും പ്രൊവിഡൻസ് കോളേജിൻ്റെ മുറ്റത്ത് ഓരോന്നുണ്ടായിരുന്നു. ചുവന്ന ഉണ്ടായിരുന്നു. മുക്കം വാലില്ലാപ്പുഴയിലെ അന്നമ്മച്ചേടത്തിയുടെ വീടും തൊടിയുമെല്ലാം നിറയെ ഔഷധച്ചെടികളാണ്. ഔഷധ വിവരങ്ങളുടെ കായും കാണ്ഡവും പൂവും വേരുമെല്ലാമായി ആകാശത്തേക്കും ഭൂമിയിലേക്കും പറന്നു സഞ്ചരിക്കുന്ന ഒരു ഔഷധച്ചെടി തന്നെയാകുന്നു ഈ അമ്മച്ചി. ഏതാണ്ട് 600ഓളം മരുന്ന് ചെടികളുടെ ഒറ്റമൂലി മന്ത്രങ്ങളുമായി മലയാളിക്ക് അത്ഭുതമാണ് ഇപ്പോൾ ഈ വൈദ്യമുത്തശ്ശി. പിന്നെ അത് ഈ ഇതിനുള്ള എണ്ണ ഉണ്ടാക്കുന്ന ദന്തപ്പാല, ആ മരം ദന്തപ്പാലയാണ് നിൽക്കുന്നത്. ഇത് മുഴുവൻ മരം ചെടി 1000 ചെടിയുണ്ടായിരുന്നു എൻ്റെ ഈ തോട്ടത്തിൽ. ഇത് മുഴുവൻ ചെടികളാണ്. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ ഞാനിപ്പം നോക്കുന്നില്ലാത്തതുകൊണ്ട്, സംരക്ഷിക്കുന്നില്ലാത്തതുകൊണ്ട് അതെനിക്കൊരു അതൊരു കഥയാണ് പറഞ്ഞാൽ. എന്നാന്ന് വെച്ചാൽ പിന്നെ കുടുംബശ്രീയുടെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഔഷധ നേഴ്സറി ഉണ്ടാക്കി 10,000 ചെടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വിക്രമൻ സാർ വന്ന് എന്നോട് പറഞ്ഞു 10,000 പോരാ, 15,000 വേണമെന്ന്. അപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ അവർ തരുമെന്നാണ് പറഞ്ഞു 3 ലക്ഷം. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 15,000 ലോൺ എടുത്ത് ഞാൻ 5,000 ചെടിയുടെ ഉണ്ടാക്കി പെണ്ണുങ്ങളെയും കൂട്ടി. അവസാനം ഇവർ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുതി തള്ളിയ ലോണാന്ന് പറഞ്ഞു ഈ ചെടി വിൽക്കാൻ പറ്റാഞ്ഞ്. അവസാനം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പന്നിക്കോട് കോപ്പറേറ്റീവ് ബാങ്കുകാർ നിങ്ങൾ ചെടിയുടെ ലോണല്ല എടുത്ത്, നിങ്ങൾ കൃഷി ലോണാണ് എടുത്തതെന്ന് പറഞ്ഞ് ഈ കുടുംബശ്രീ പെണ്ണുങ്ങളെ ഉണ്ടാക്കി അവരുടെ വീട്ടിൽ ജപ്തി ചെയ്യാറുണ്ട്. എങ്ങോട്ട് നോക്കിയാലും ഔഷധങ്ങൾ. അറിയാതെ നമ്മൾ ചവിട്ടിപ്പോകുന്ന ഏതൊരു വേരും തളിരിലയും അമ്മച്ചിക്ക് മരുന്നാണ്. മുക്കുറ്റിയും തിരുതാളിയും തഴുതാമയും നായ്ക്കരിമ്പും ആവണക്കും ആടലോടകവും ആര്യവേപ്പും നാഗപ്പാലിയും കാട്ടുള്ളിയും കാട്ടുജീരകവും ദശപുഷ്പങ്ങളും ശംഖുപുഷ്പങ്ങളുമെല്ലാമായി കാടുപിടിച്ചു കിടക്കുന്ന ആ ഓർമ്മകൾ തുറന്നാൽ വേറൊരു അഷ്ടാംഗ ഹൃദയം നമ്മൾ തുറന്നു നോക്കേണ്ട. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എൻ്റെ വല്യമ്മ കോട്ടയത്ത് ആനിക്കാട്ടിന് ഞങ്ങളുടെ തറവാട് ഇല്ലിക്കന്ന് അമ്മച്ചി കുളിക്കാൻ ഇറങ്ങിയിരുന്നപ്പം തേളുകുത്തി. രാത്രി ഒരു 9 മണിയായി. അപ്പം എൻ്റെ വല്യപ്പൻ്റെ അനിയൻ പുറ്റത്താങ്കൽ വലിയപ്പൻ വിഷകാരിയായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പൻ്റെ പെങ്ങള് കണ്ണന്താനത്തിൻ്റെ അമ്മ ചെറുതാ. അപ്പം കുഞ്ഞമ്മയും ഞാനും കൂടെ ഒരു ചൂട്ടും കത്തിച്ച് പുറ്റത്താങ്കൽ ചിറ്റപ്പൻ്റെ അടുത്ത് പോയി. ചിറ്റപ്പന് 8 മണി കഴിഞ്ഞാൽ ആര് ചെന്നാലും വിളിച്ചാൽ അത് ഇറങ്ങി വരികയില്ല, അകത്ത് കയറി കിടക്കാം. അപ്പം ഞാൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് 13 ഇല്ലെന്നെ 5-6 വയസ്സേ ഉള്ളൂ. എന്നെയും കൂട്ടിയാണ് കൂട്ടുപോയി അവിടെ ചെന്ന് ഞാൻ വിളിച്ചപ്പം പുള്ളി വിഷകാരിയായിരുന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിടന്നിടത്തും തന്നെ ഒരു പുസ്തകം എടുത്ത് തന്നിട്ട് ഇത് നീ കൊണ്ട് പഠിച്ചിട്ട് ഇതിലെ മരുന്ന് ചെയ്തു, നീ ഇപ്പം 3-ാം ക്ലാസ്സിലൊക്കെ ആയി വായിക്കാൻ പഠിച്ചില്ലേ, മലയാളമാണ്, ഇതുകൊണ്ട് പഠിച്ചിട്ട് നീ മരുന്ന് ചെയ്തോളാൻ പറഞ്ഞ് ഈ വിഷത്തിൻ്റെ പുസ്തകം തരുന്നത് എനിക്ക്. പുള്ളി വിഷകാരിയായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് തുറന്ന് വായിച്ച് നോക്കിയപ്പം നറുനെ ഇന്ദുപ്പിട്ട് ഉരുക്കിയിട്ട് താര കോരിയ തേൽ വിഷം കെടുത്തിയിടുമെന്നായി. എൻ്റെ ആ പുസ്തകം എല്ലാം പൊടിഞ്ഞു പോയി. ഒക്കെ പോയി. അതെന്നാ വെച്ചാൽ പുസ്തകം പൊടിഞ്ഞു പോയാലും ഞാൻ അതിൽ വായിച്ച കുറേ ചികിത്സകളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്, അതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതും പോകും. സാധാരണ ജലദോഷപ്പനി തൊട്ട് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് വരെ അന്നമ്മച്ചേടത്തിക്ക് ഒറ്റമൂലിയുണ്ട്. മഞ്ഞപ്പിത്തവും വാതവും സോറിയാസിസും മാറ്റാൻ അന്നമ്മച്ചി കഴിഞ്ഞേ ഇന്ന് മറ്റൊരാളുള്ളൂ. വിഷചികിത്സയ്ക്കും അന്നമ്മച്ചിയുടെ കൈപുണ്യം പേരുകേട്ടതാണ്. ഇതിൻ്റെ 5 തളിരിലെ നല്ല ജീരകവും കൂടി അരച്ചിട്ട് അതിരാവിലെ
കറന്നപടി പശുമ്പാടി കലക്കി കുടിക്കുക, അന്നത്തേന് ഉപ്പ് കൂട്ടണ്ട. അങ്ങനെ 3 ദിവസം ഈ സാധനം കൊടുത്താൽ മഞ്ഞപ്പിത്തം മാറും. പണ്ട് കാലത്ത് എൻ്റെ വല്യപ്പൻ കൊടുക്കുന്ന ഒറ്റമൂലിയാണ്. ഇവിടെ മുഖത്ത് അരീക്കോട് ഒരു ദന്ത ഡോക്ടർ ഉണ്ടായിരുന്നു. അയാൾക്ക് 12% പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ബിയുടെ അണു ഉണ്ടായിരുന്നു എപ്പൻഡിക്സ്. എന്നിട്ട് അയാൾക്ക് ഞാൻ ആദ്യം ആവണക്കിൻ്റെ തളിരുടെയും നല്ല ജീരകവും കൂടി അരച്ച് കൊടുത്തു പാലിൽ. 3 ദിവസം കുടിച്ചേച്ച് G52 ഗുളിക, കീഴാർനെല്ലിയുടെ ഗുളിക, അത് വാങ്ങി വെച്ച് കൊടുക്കാൻ നിന്നിട്ട് ഒരുപാട് പേർക്ക് ഫലമാണ്. ഞാൻ അവിടെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പാളയത്തെ ഒരു ആയുർവേദ ഷോപ്പുണ്ട്, അവിടുന്ന് ഞാൻ 10 ഗുളിക പെട്ടി വാങ്ങിക്കൊണ്ടു വെച്ച് ഞാൻ കൊടുത്ത് ഫലം കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുക്കൾ വാങ്ങി വെക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ G52 ഗുളിക പെട്ടി വരാൻ തുടങ്ങി. ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, മാറുന്നുണ്ട്. കരിഞ്ഞോട്ടാന്ന് പറയുന്ന ചെടിയായത്, കരിഞ്ഞോട്ട മരം. അതിൻ്റെ കായ പിന്നെ എണ്ണ ആട്ടിയ കരിഞ്ഞോട്ട എണ്ണയാണ്. ഏത് തളർന്ന് കിടക്കുന്ന ആൾക്കാർക്കും എഴുന്നേറ്റ് നടക്കാറാവും. അതിൻ്റെ കാ വീണത് പെറുക്കി വെച്ചിട്ട് പഴയ കാലത്ത് വീട്ടിൽ മരം ഉണ്ടായിരുന്നു, അപ്പച്ചി എന്നെ കൊണ്ട് കാ പെറുക്കിക്കുമായിരുന്നു. പെറുക്കി ഉണങ്ങിയിട്ട് കാള ആട്ടുന്ന ചക്കിലിട്ട് ആ എണ്ണ എടുത്തിട്ട് തളർന്നു കൊണ്ടിരുന്ന രോഗികൾക്കൊക്കെ കരിഞ്ഞോട്ട എണ്ണ പറ്റിയിട്ട് അയാൾ ഏറ്റ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറയും കാലുവേദനയൊക്കെ ആയിട്ട് വരുന്നവരോട്. ഇപ്പം ഞാൻ ചെടി ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് 3 ചെടി കൊണ്ടുവന്ന് ഒരു ചെടി വിക്രമ സാറിനും കൊടുത്തു. ഇവിടെ 2 ചെടി ഞാൻ വെച്ചു. ഇവിടെ ഒന്ന് ആ താഴെ നിൽപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആ പ്ലാവിൻ്റെ ഇപ്പുറത്ത് ആ റബ്ബറിനകത്ത് വലിയൊരു കരിഞ്ഞോട്ടം മരം, അതേ കായ ഉണ്ടാകുന്ന. ഇതാ ഒരു മരം, അത് കരിഞ്ഞോട്ടയുടെ ഇതേപോലത്തെ അല്ല, അത് ഈ പ്ലാവിൻ്റെ കീഴായിട്ട് ആ റബ്ബറിനകത്ത് നിൽക്കുന്ന ആ കരിഞ്ഞോട്ട. നൂറ്റാണ്ടുകളുടെ നീണ്ട താളിയോല ചരിത്രമുള്ള നാട്ടുവൈദ്യം മുഴുവൻ ജീവിക്കുന്നത് ഇപ്പോൾ അന്നമ്മച്ചിയുടെ 85 വയസ്സായ ഈ ഓർമ്മയിലാണ്. കോഴിക്കോട്ടെ ഈ മലയോര ഗ്രാമത്തിലെ മനുഷ്യരുടെ കുടിയേറ്റ ജീവിതത്തിന്റെ മുറിവുകളിൽ പുരട്ടിയാണ് ആ വൈദ്യചരിത്രം ലോകം അറിഞ്ഞു തുടങ്ങിയത്. പണ്ടേ കാലത്തെ തഴയും കാടും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉപ്പ് പോലും കിട്ടിയല്ല പുഴ വെള്ളം പൊങ്ങിയാൽ പിന്നെ. അങ്ങനെയായിരുന്നു വല്ലപ്പുഴ. അവിടെ ഒരു പ്ലാവുണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിൽ. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് മുള്ളം മീനും കൊണ്ട് എല്ലാ ഞായറാഴ്ച ദിവസം തലച്ചുമട്ടുകാരൻ വന്നിരുന്ന് വിൽക്കും. വിറ്റിട്ട് അയാൾ മുഖത്തിന് പോകും. അങ്ങനെ രാവിലെ പിന്നെ കല്ലിട്ട പാലം കുനിയിലൊക്കെ ഈ നാട്ടുകാർ താമസിക്കുന്നുണ്ട്. ഈ വല്ലപ്പുഴ ഈ ഭാഗം മുഴുവൻ മുസ്ലിയാരുടെ എസ്റ്റേറ്റ് ആയിരുന്നു. 1500 ആദ്യകാലത്ത്. അങ്ങനെ ആ കാലത്ത് വന്ന എൻ്റെ ഇച്ചായൻ 46 വന്നു കഴിഞ്ഞ് എന്നെ കെട്ടിച്ചൊക്കെ നാട്ടിലാണ്. ഞാൻ ഇടയ്ക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ മാത്രം വരും. 10 വയസ്സല്ലേ ഉള്ളൂ. സ്കൂൾ അടയ്ക്കുമ്പോൾ മാത്രം വല്ലപ്പുഴ വരും. വല്ലപ്പുഴ കാണുന്ന അറിവേ എനിക്കുള്ളൂ. അന്ന് ഇവിടെയായിരുന്നു ഇച്ചായൻ താമസിച്ചത്, ഇവിടെ മലയിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടുത്തുകാർ വന്ന് സ്ഥലം എടുത്തവരെല്ലാം തിരിച്ചുപോയി, ഇവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട്. അങ്ങനെയാണ് ഇച്ചായൻ വല്ലപ്പുഴങ്ങാടിയിലായത്. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ നോട്ടക്കാരനും കൂടെയാണ്. അത് കഴിഞ്ഞാണ് പിന്നെ അന്ന് കന്നുകാലിയെ അടിക്കാൻ വന്ന കാലിക്കുണ്ടനായിരുന്നു മമ്മീഷാക്ക. അത് കഴിഞ്ഞാൽ മമ്മീഷാക്കായി എസ്റ്റേറ്റിൻ്റെ സൂപ്പറിനാക്കിയത്. കമ്പിപ്പാലെന്ന് പറയുന്ന ചെടിയാണ്. ഇതിന് പാലുള്ളതാണ്. ഇതിൻ്റെ പാല് വട്ടം മുടി പോകുന്നത് നല്ലപോലെ തേച്ച് കൊടുത്താൽ ആ പക്കസ് പോവും. പോയി കഴിഞ്ഞാൽ എൻ്റെ നീലിമൃങ്ങാതി കേരം എണ്ണ തേച്ചാൽ മുടി വന്നോളും. കൂടാതെ അരിമ്പാറയ്ക്ക് ഇതിൻ്റെ പാലിറ്റിച്ചാൽ അടന്നു പോകും അരിമ്പാറ. ഇത് പുളിയാറിൻ്റെ എന്നുവെച്ചാൽ വയറും പിന്നെ കേടാകുന്നവർക്ക്, ചോരയും ചളിയും പോകുന്നവർക്ക് പോലും ഇത് അരച്ച് കഴിച്ചാൽ കുറയും. പിന്നെ ഇപ്പം മുഴുവനും വിഷമടിച്ച പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നത്. ഈ ഇലയ്ക്കൊരു പുളിയുണ്ട്. എന്നുവെച്ചാൽ ഇത് ആഴ്ച 2 ദിവസം ചമ്മന്തി അരച്ച് കഴിച്ചാൽ ആമാശയം കേടാകുമ്പോൾ മാറും. നല്ല സുഖം കിട്ടും വയറിന്. ആ വിഷാംശവും പൊക്കോളും. നമ്മൾ ചെയ്യുന്ന അധികവും രോഗം വരാതിരിക്കാനുള്ള സംവിധാനം. ഭക്ഷണം മരുന്നായും മരുന്ന് ഭക്ഷണമായും കഴിച്ചിട്ട് രോഗം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ ഒറ്റമൂലി പ്രയോഗവും പാരമ്പര്യ വൈദ്യവും. അത് ഞങ്ങളുടെ വീട് മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും വേണ്ടേയും ചമ്മന്തി അരയ്ക്കും. ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു വയറിളക്കം വന്നാൽ അമ്മാരി ചെന്ന് കഴുകി വായിലിട്ട് ചവയ്ക്കും. ഇത് നല്ല പുളിയായത്, ഒരുവിധം പുളിയാണ്. വേരും തണ്ടും ഇലയും സമൂലം ഇങ്ങനെ തന്നെ അരക്കണം. അരച്ചിട്ട് പിന്നെ കുടിച്ചാൽ ഈ മൂത്രത്തിക്കല്ലിന് കുറവ് കിട്ടും. സുമലകല്ലി ബാംഗ്ലൂർ കുഷ്ഠരോഗാശുപത്രിയിലെ. അപ്പോൾ അവർക്ക്
അവരാരോ പറഞ്ഞു കൊടുത്തിട്ട് ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞാൽ നീരിൽ എണ്ണ കാച്ചി തേക്കുമ്പോൾ ഈ കുഷ്ഠരോഗികൾക്ക് ഒരുപാട് സൗഖ്യമുണ്ടെന്നാണ്. ഇത് കരിങ്കുറിഞ്ഞി. മൊയ്തീൻ കാഞ്ചനമാലമാരുടെ പ്രണയസ്മാരകമാണ് ഇന്ന് മുക്കം. എത്ര മരുന്ന് വെച്ച് കെട്ടിയാലും ഭേദമാകാത്ത പ്രണയവേദനയുടെ ഒരു നിരന്തര കൂട്ടിരിപ്പുകാരിയിലേക്ക് കാഞ്ചനയുടെ ജീവിതം വഴിമാറിയ ഓർമ്മകളും മരുന്നറിവുകൾ പോലെ അന്നമ്മച്ചിക്ക് പ്രിയപ്പെട്ടതാണ്. അതായത് കാഞ്ചനയുടെ അച്ഛൻ അങ്ങനെ ഈ മുറ്റത്ത് നിന്ന് പറഞ്ഞതാ എന്നോട്, ഇവിടെ നല്ലൊരു പ്രദേശമാണ്, ഇവിടെ അമ്മച്ചിക്ക് നല്ല ഐശ്വര്യമായിട്ട് വരും, ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചോ ഔഷധത്തോട്ടമൊക്കെ പിടിപ്പിച്ചോളെ കാഞ്ചനയുടെ അച്ഛൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എന്നേലും കാര്യമുണ്ട്. ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് മൊയ്തീനും കാഞ്ചനയായിട്ട് ഈ പോയിട്ട് മൊയ്തീൻ്റെ കുത്തി ആശുപത്രിയിലായ. അപ്പോൾ ആശുപത്രിയിലായി കഴിഞ്ഞപ്പോൾ കാഞ്ചന വീട്ടിൽ നിന്ന് പോയ ആളിനെ അന്വേഷിച്ച് പിടിച്ച് വരുകൊണ്ട് വീട്ടു തടങ്കലിലാക്കി കൊറ്റങ്ങൾ. അങ്ങനെ ഞാൻ പോയി കാണും. ഞാൻ ചെന്ന് വിളിച്ച് പറഞ്ഞ് അവിടെ പോയി കുറേ നേരം ഇരുന്നാലേ വെള്ളം കുടിക്കുള്ളൂ. അങ്ങനെ ഞാൻ അങ്ങനെ പോയി വന്നും വെള്ളം കുടിപ്പിച്ച് ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി കാഞ്ഞൻ. അപ്പം ഞാൻ കാഞ്ഞോണ്ട് പറഞ്ഞു. അങ്ങനെ അപ്പം അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. ഏത് കാര്യം സംസാരിച്ചാൽ പുള്ളി എന്നോട് സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ കഴിവുണ്ട് അമ്മച്ചിക്കെന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്നോട് കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് സ്വീകരിച്ചിട്ട് കാർന്നവർ പറഞ്ഞു സുരേഷ് ബാബുവിൻ്റെ കല്യാണവും അന്നഗണത്തിൻ്റെ കല്യാണവും കഴിഞ്ഞിട്ട് ഈ 2 കല്യാണം കഴിഞ്ഞിട്ട് ഇവർ രജിസ്റ്റർ കഴിച്ച് പൊക്കോട്ടെ എന്ന് മൊയ്തീനും കാഞ്ഞനെയും. അങ്ങനെ സമ്മതം മൂടി വെച്ചു. അതും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ കാഞ്ചന കണ്ണുകമ്പയെ പിടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി, തെറിച്ച് വീണു. പിന്നെ ബാബു മാത്രം അങ്ങനെല്ലാം ഒഴിവാക്കി. ബാബു മാത്രം കൊണ്ടുപോയി ചികിത്സിച്ചൊക്കെ ഭേദമായി വന്നു കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, സ്വന്തം ജീവിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം, നമുക്ക് ഇങ്ങനെ ഒരു സേവാമന്ദിരം തുടങ്ങാം, ഇങ്ങനെ ഒരു സംഘടന തുടങ്ങാം. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മന്നത്ത് പത്മനാഭൻ്റെ പെങ്ങളുടെ മകൾ വസുമതി അമ്മ കോളേജ് പ്രൊഫസറായിരുന്നിട്ട് അവർ ഈ മഹിളാ സമാജം ഉണ്ടാക്കി ആതുര സേവനം ലോകത്തെ എല്ലാവർക്കും സേവനം ചെയ്യാൻ ഇറങ്ങി. ആ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഇത് നിലവേപ്പാണ്. ഇത് എന്നാ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് ഒരുപാട് വണ്ണം വെക്കുന്നവർക്ക് വീക്കം കുറയാൻ നമ്മൾ വണ്ണം കുറയ്ക്കാൻ പറ്റും കൊടുക്കുന്ന ചെടിയാണ്. പിന്നെ കൂടാതെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നില്ലേ, കിരിയാത്ത് പോലെ ഒത്തിരി കീടനാശിനിയാണിത്. ഞാൻ ഇവിടെ എൻ്റെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഔഷധ സോപ്പ്. ഇതിൻ്റെ ഇല നല്ലപോലെ ചേർത്ത് ഉണ്ടാക്കുന്ന സോപ്പാണ്. അപ്പം സോപ്പിനൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഇല ചേർക്കാറുണ്ട്. പിച്ചകം നല്ല മരുന്നാണ്. പിന്നെ ഈ അതും ആയുർവേദത്തിൻ്റെ പിന്നെ ലേഹ്യം അരിഷ്ടത്തിലൊക്കെ ചേർക്കുന്ന പിച്ചകം. ഇലയും തണ്ടും വേരും ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന പിച്ചകം. പുഷ്കരം മൂലം ഇവിടെയുണ്ട്, അതേ പൂവില്ല. ഇത് ഇൻസുലിൻ്റെ അടിയായി. ഇതിനും ഇപ്പം വിലയില്ലെന്നായി. ഇത് ഇൻസുലിനാണ് നിറച്ച് വെച്ച് പിടിപ്പിച്ച. ഇത് കാട്ടു ഇതും ഇതിന് എന്നാ വെച്ചാൽ ഇത് അതേപോലെ തന്നെ ഇവിടെ ഒരു ചെടിയാണ്. ഇത് കാട്ടിഞ്ചി എന്ന് പറയും. വെജിറ്റേഴ്സ് അലോപ്പതിയുടെ ആധിപത്യത്തിന് മുന്നിൽ നാശോന്മുഖമാണ് ഇന്ന് മലയാളിയുടെ നാട്ടുവൈദ്യങ്ങൾ. ചില മുറിവൈദ്യന്മാരുണ്ടാക്കിയ പേരുദോഷങ്ങൾ മാത്രമാണ് ബാക്കിയായത്. അതിനിടയിൽ അന്നമ്മച്ചിയെപ്പോലെ പണത്തിനോ പ്രശസ്തിക്കോ അല്ലാതെ ഒരായുസ് മുഴുവൻ രോഗശാന്തിക്കായി ജീവിക്കുന്ന മനുഷ്യരെ ആരും തിരിച്ചറിയുന്നുമില്ല. എൻ്റെ ചെറിയ മകൻ അച്ഛനാകാൻ പോയതാ. ഡോൺ ബോസ്കോ സഭയിൽ ചെന്ന് വടക്കേണ്ടിയിൽ അച്ഛനായി കുർബാന ചെല്ലുന്നതിന് മുമ്പായിട്ട് ഇവന് ഈ ശ്വാസകോശത്തിന് ക്യാൻസർ പിടിച്ച് ഇവന് തിരിച്ചു പോന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ പച്ചമരുന്ന് കൊടുത്തു. അതായത് തുളസിയുടെ ഇലയും എൻ്റെ ഉരഗുളിക കൊടുക്കും, അപ്പം പനി കുറയും. അങ്ങനെ ഇവൻ കോളേജിൽ പോകും, ദേവരിയിൽ. അങ്ങനെ ദേവരി കോളേജിൽ പോയി പഠിക്കുക, എൻ്റെ മരുന്ന് കഴിക്കുകയും ചെയ്തുകൊണ്ട് നടന്ന അങ്ങനെ കോളേജിൽ നിന്ന് BA കഴിഞ്ഞ് MAക്ക് അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പിള്ളേരെല്ലാവരും കൂടെ വഴക്കൊണ്ട് എന്നും അവന് പനി, അമ്മയുടെ പച്ചമരുന്നും വെച്ചിരുന്നാൽ ശരിയാകില്ല, എവിടെയായിരുന്നു വിദഗ്ധമായ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെല്ലൂർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചിയുടെ പച്ചമരുന്ന് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ആദ്യം മുതൽ ഒന്നിന് ഞാൻ കുറേ കാലം കൂടെ ജീവിച്ചതന്നെ. വലിയ വിദഗ്ധ ചികിത്സയ്ക്ക് വെല്ലൂർ പോയിട്ടാണ് ഞാനിപ്പം മരിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഈ പച്ചമരുന്ന് അമ്മച്ചി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞാണ് ചികിത്സയിലേക്ക് വന്നത്. കൂവ വളരെ നല്ല സാധനമാണ്. കൂവപ്പൊടി കലക്കി കുടിച്ചാൽ മൂത്രം ചുടിയിനും ഉഷ്ണത്തിൻ്റെ രോഗത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ പിള്ളേർക്ക് നല്ലതാണ് കൂവപ്പൊടി കുറുക്കി. ഹോർലിക്സിന് പകരം കൂവപ്പൊടിയാണ് മേടിച്ച് കുറുക്കി കുടിച്ചാൽ നല്ലതാണ്. മദ്യപാനം നിർത്താൻ വേണ്ടി ഇതിൻ്റെ കിഴങ്ങ് അരച്ച് കുടിക്കാൻ പറയുന്നുണ്ട്. അരച്ച് കുടിച്ചിട്ട് പോയി കള്ളു കുടിച്ചാൽ അവന് ഭ്രാന്താവും. നല്ല മരുന്നാണ്. അവനവന് തന്നെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഇത് കുടിച്ചിട്ട് പോയി പിന്നെ കുടിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടു. ഈ ചെടി ഇപ്പം ഞാൻ കൊടുക്കുന്നത് സോറിയാസിസ് രോഗികൾക്കാണ്. ഈ ചെടി കൊണ്ടാണ് നിരവധി ആയിരക്കണക്കിന് സോറിയാസിസ് രോഗികൾ എൻ്റെ അടുത്ത് നിന്ന് പേരാകുന്നത്. ഇതിൻ്റെ 7 ഇലയും 2 ഉള്ളിയും ഞാൻ ഉണ്ടാക്കുന്ന ഗുളികയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പം കാൻസർ മാറാൻ തുടങ്ങി, സോറിയാസിസ് മാറാൻ തുടങ്ങി. സോറിയാസിസ് മേല് നിറയുള്ള ആൾ ഇതൊരു 4 കുപ്പി കുടിച്ച് കഴിയുമ്പോൾ നല്ലോണം മാറുന്നുണ്ട്. ക്യാൻസറും മാറുന്നുണ്ട്. കുറേ ആൾക്ക് ക്യാൻസറും മാറി. പിന്നെ ഇന്നും അവരുടെ മരുന്നുണ്ട് ഈ എയ്ഡ്സിന്. ഒറിയൻ്റൽ കമ്പനിയുടെ മരുന്ന് എയ്ഡ്സിനുണ്ട്. ഞാൻ കൊടുത്തിട്ട് തന്നെ ഇപ്പം 3 ആളിന് എയ്ഡ്സ് മാറി അവരുടെ മരുന്ന്. പക്ഷെ അവരൊന്നും പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമല്ല, പറയാൻ സമ്മതിക്കല. പിന്നെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ട് കുറച്ച് ആൾക്കാർക്ക് അങ്ങേ അറ്റത്തെത്തിയവർക്ക് ഇവർ വരുവുള്ളല്ലോ. വേദനയൊക്കെ കുറവുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, അത്രയേ ഉള്ളൂ. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. വരുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആദ്യം ആരും വരുന്നില്ല. ഇപ്പം അലോപ്പതിയിലേക്കാണ് വിശ്വാസം, അവിടേക്കാണ് പോകുന്നത്. അതൊക്കെ ചെയ്തിട്ട് മാറാതെ വന്നു കഴിയുമ്പോൾ ഹോമിയോയും ചെയ്ത് ആയുർവേദം ചെയ്തിട്ട് മാറാത്തവരാണ് ഒറ്റമൂലിക്ക് വരുന്നത്. അവസാനത്തെ വരുന്ന. പക്ഷെ ഈ ഒറ്റമൂലി മരുന്നിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. പലർക്കും ഈ പച്ചമരുന്ന് കൊടുക്കുമ്പം രോഗം മാറുന്നുണ്ട്. ഇത് നമ്പ്യാർവട്ടം പൂവുണ്ടാകുന്ന കണ്ണിന്. ഇത് കറുവാപ്പട്ട വേറെ. നമ്മൾ ഈ കറി അതെ ആ കറുവാപ്പട്ട തോലരുത്തുന്നത്. ഞാൻ പിന്നെ ഇത് മുറിച്ച് കളയാതെ ഇവിടെ നിർത്തിയതാ. വലിയതുണ്ടായിരുന്നൊക്കെ മുറിച്ച് പോയതുകൊണ്ട്. ചെന്നിനായം എന്ന് പറഞ്ഞ ചെടിയാണ്. അത് ചതവിന് ഒടിവിനും മുറിവിനൊക്കെ അതിൻ്റെ ഇല അരച്ച് വെച്ച് കെട്ടിയാൽ നല്ല നീരൊക്കെ വലിഞ്ഞ് കഴിക്കുന്നില്ല. വെച്ച് കെട്ടാൻ നീരിന്. 1500 ഏക്കർ കാടായിരുന്നു കുടിയേറ്റത്തിനു മുമ്പ് അന്നമ്മച്ചേടത്തിയുടെ ഈ വാലില്ലാപ്പുഴ പ്രദേശം. പുഴയുടെ വാല് മാത്രമല്ല, പുഴ തന്നെ ഇല്ലാതായി. കാടിന്റെ കാര്യം പറയാനുമില്ല. എങ്കിലും ഒരൗഷധക്കാട് അന്നമ്മച്ചി ഹൃദയത്തിലും വീട്ടുമുറ്റത്തും ഇപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കു വേണ്ടെങ്കിലും അതൊക്കെ ജീവിതം പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നെറ്റൊക്കെ വിദേശത്തുള്ളവർക്കേ കിട്ടുള്ളൂ. അവര് പറഞ്ഞു കൊടുത്തിട്ടാണ് കൊണ്ടോണിക്കാര് വരുന്നത്. കേരളത്തിൽ അത്രയ്ക്ക് തന്നെ പ്രചാരമില്ല. പക്ഷെ അതിനെച്ചാ കുകിളി ഏതാണ്ടില്ലേ, കുകിളിയോ ഏതാ ഗൂഗിൾ, അതിനകത്ത് നിങ്ങൾ അടിച്ചു നോക്കിയോ ഇഷ്ടം പോലെ കേട്ട് കിട്ടുന്നു. സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത രജനിയാണ് ഇപ്പം അവിടെ ഡോക്ടറായിട്ടിരിക്കുന്നത്. അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ കേരള ആയുർവേദ ഫാർമസി നിഷ ഡോക്ടറെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മൂടാടി ശങ്കരൻ വൈദ്യരുടെ മകളാണ്, അവളെയും പഠിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരെ ഞാൻ ഈ മരുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും മരുന്ന് പറഞ്ഞു കൊടുക്കാതെ ഒളിച്ചു വെക്കുന്നില്ല, എല്ലാവർക്കും പഠിക്കുന്നുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചോട്ടെ. ഇവരാരും ഇവർക്ക് കുറേ അറിയാം, ഇവിടെ കുറേ പഠിപ്പിക്കുന്നുണ്ട്. മരുമകളെ കാലിന് പ്രശ്നമുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ വണ്ടി കയറി അരഞ്ഞു പോയ കാലാണ്. ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിച്ച. എൻ്റെ ആങ്ങളെ ന്യൂറോളജി സർജൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ഇപ്പം അവൻ പുഷ്പഗിരിയിലാണ്, തിരുവല്ലായില്ല. പെണ്ണുവെച്ചു നടക്കുന്ന ലോകത്തിലെ അതിശയങ്ങളിലൊന്നാണ് പറഞ്ഞു. ഈയിടെ അവൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ തിരുവല്ലായി ചെന്നപ്പോൾ എന്നോടുണ്ട് ലോകത്തിലെ അതിശയങ്ങളിലൊന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ എല്ലാ പ്രൊഫസർമാരും ജീവിതത്തിൽ നടക്കുകയെന്ന് വിധി എഴുതുക. വണ്ടി കയറി അരഞ്ഞിട്ട് കീറി ഓപ്പറേഷൻ ചെയ്ത കാലം. 17 കൊല്ലം നടന്നു. ഒരുപാട്
വാക്ചാതുർവീര്യം കൊണ്ട് നമുക്ക് തന്നെ നീട്ടിക്കിട്ടിയേക്കാവുന്ന നമ്മുടെ തന്നെ ജീവിതം തന്നെയാകുന്നു അതിന്റെ സാഫല്യം. കേരള എക്സ്പ്രസ് അടുത്തയാഴ്ച വീണ്ടും വരും. കാത്തിരിക്കുക.